ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. ദിവസവും രാവിലെ ഇഡ്ഡലി, പുട്ട്, ദോശ, അപ്പം എല്ലാം കഴിച്ച് മടുത്തത് കൊണ്ട് ഇന്ന് ചക്ക വേവിക്കാമെന്ന് വിചാരിച്ചു. അതിന് ചക്ക ക്ലീൻ ചെയ്ത് ഞങ്ങളുടെ നാട്ടിൽ മുഴുവനെ വേവിക്കും. ഇങ്ങനെ വേവിക്കുന്നവരുമുണ്ട്, അല്ലാതെ ഇത് ഇളക്കി വേവിക്കുന്നവരുമുണ്ട്. ഞങ്ങളിങ്ങനെയാണ് വേവിക്കുന്നത്. ചക്ക വേവിച്ചതും മീൻ കറിയും. ചെറിയ മീനാണ്, കൊഴിയാള മീൻ, ചെറിയ കൊഴിയാള എന്ന് പറയും ഈ നാട്ടുകാർ. ഇനി വേറെ പേരുണ്ടോയെന്നറിയത്തില്ല. ചക്കയും മീൻകറിയും, പിന്നെ ചായ. പിന്നെ അമ്മ മുട്ട വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് മാത്രം ഒരു മുട്ട, അമ്മയ്ക്ക് മുട്ടയില്ല. മുട്ട വേണ്ടെന്ന് പറഞ്ഞ അമ്മ, അതുകൊണ്ട് മുട്ടയില്ല. മീൻകറി, ചക്ക, ചായ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്ക്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാകും. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് വേവിക്കുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിൽ പാറശാല എന്ന സ്ഥലം. ചില പേര് ഇങ്ങനെയും വേവിക്കും. ഞങ്ങളുടെ നാട്ടിൽ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് വേവിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ വേവിച്ച് കഴിച്ച് നോക്കി, എളുപ്പമാണ്. പിന്നെ ഇതിനെ ചക്കക്കുരുവിനെ പൊളിച്ച് അതിനെ ഇറുന്ന് പറക്കി തോല് കഴിച്ച് മുഴുവനെ ഇത് ഇളക്കിയെല്ലാം വേവിച്ച് വെച്ചിട്ട് തേങ്ങ, കുരുമുളക്, കരിവേപ്പില, വെളുത്തുള്ളി, ഇതെല്ലാം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് അവിച്ചിളക്കാറുണ്ട്. അവിച്ചിളക്കി കോരി മീൻചാറും വെച്ച് കഴിക്കാറുണ്ട്. അതിന് കൂടെ ചോറ്, ചക്ക, മീൻചാറ് അങ്ങനെയും കഴിക്കാറുണ്ട്. ഇങ്ങനെയും കഴിക്കും. നിങ്ങളിങ്ങനെ കഴിച്ചു നോക്ക് ഒരു ദിവസം. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാകും, പക്ഷേ ഞങ്ങളിങ്ങനെയാണ് ചെയ്യാറ്. എൻ്റെ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുന്ന കാലം മുതലേ ഇങ്ങനെയാണ്, ചെറുപ്പം മുതലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് ഇതുണ്ടാക്കി കഴിച്ചു നോക്കാമെന്ന്. അടിപൊളി. നിങ്ങളും കഴിച്ചു നോക്കണേ. സൂപ്പർ.